മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 14-ാമത്തെ സെയിന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 11 വേഴ്സ് 14. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തു പോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. കൗൺസിലിൽ വന്ന ഒരു ഭർത്താവ് വേദനയോടെ പറയുകയായിരുന്നു, എന്റെ ജീവിത പങ്കാളി എന്നെ വിട്ടുപിരിഞ്ഞു പോയച്ച. ആ സങ്കടവാർത്ത അറിഞ്ഞ് ഞാൻ നാട്ടിലെത്തി. അവളുടെ മൃതസംസ്കാരത്തിൽ സഹകരിച്ചു. എങ്കിലും എനിക്ക് സഹിക്കാനാവാത്ത വേദനയുണ്ടെന്ന് പങ്കുവെക്കുവാനാണ് അച്ഛൻ്റെ അടുത്ത് വന്നത്. ഞാൻ വിചാരിച്ചു, പങ്കാളി നഷ്ടപ്പെട്ട വേദന ആർക്കും ഉണ്ടാവുമല്ലോ. എന്നാൽ അതല്ല, താനും ഭാര്യയും തമ്മില് എല്ലാ ദിവസവും തന്നെ ഫോണിൽ സംസാരിക്കുമായിരുന്നു. പക്ഷെ അവള് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പതുക്കെ ഫോൺ വിളിക്കാതായി. അവള് വിളിച്ചാൽ എടുക്കത്തുമില്ല. അത് അല്പം നീണ്ടുപോയച്ചു. 1 മാസം ഞാൻ വിളിച്ചില്ല, അവള് വിളിക്കുമ്പോൾ ഞാൻ എടുക്കത്തു. അവസാനം വിളിച്ചപ്പോൾ അവളുടെ മേലായി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതയാളെ കരയാൻ തുടങ്ങി. അപ്പോൾ പല കുടുംബങ്ങളെയും പ്രശ്നങ്ങള് നമ്മൾ സാധാരണ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടപെടലുകളൊക്കെ നിർത്തി ഒരു പിണക്കം വന്നു കഴിയുമ്പോൾ പിന്നെ മിണ്ടാതാവുന്നു, ഫോൺ വിളിക്കാതാവുന്നു, അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതെ നടക്കുന്നു. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എന്റെ കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദമില്ല, സംസാരമില്ല. പല ബന്ധങ്ങളും അങ്ങനെയാണ് പോകും. വേറെ വഴക്ക് പിടിക്കുന്നില്ല, പക്ഷേ നിശബ്ദതയില് മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഊമനായ ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് നമ്മൾ വായിച്ചത്. ആ തിന്മയുടെ ശക്തിയെ പുറത്താക്കിയപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകളിൽ ഏതെങ്കിലും തിന്മയുടെ ശക്തികളുണ്ടോ? അവനെ പുറത്താക്കുവാൻ, പരസ്പരമുള്ള ബന്ധത്തിൽ ഊഷ്മളത ഉണ്ടാകുവാൻ, കുടുംബാംഗങ്ങൾ പരസ്പരമുള്ള ബന്ധത്തിൽ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തകരും, നമ്മൾ തകരും. അതിനിടയാവാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.